ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ എപ്പിസോഡ് വളരെ അടിപൊളിയായിരുന്നു. വൈൽഡ് കാർഡുകൾ വന്നതിൻ്റെ മാറ്റം ബിഗ് ബോസ് ഹൗസിൽ കാണാനുണ്ട്. വൈൽഡ് കാർഡുകളെ എന്തിനാണോ ബിഗ് ബോസ് കൊണ്ടുവന്നത് അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത്. മുമ്പ് കണ്ട പോലെയല്ല, ആകെ എല്ലാവരും ഒന്ന് ഉണർന്ന് ഉഷാറായിട്ടുണ്ട്. വൈൽഡ് കാർഡുകളുടെ ബലത്തിൽ അവിടെ മുന്നുണ്ടായിരുന്ന പല കണ്ടസ്റ്റൻറ്റുകളും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ഭയമില്ലാതെ മത്സരിക്കാനും കളിക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അൻസിബെ പോലുള്ള ആൾക്കാർ. അൻസിബയൊക്കെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി മിണ്ടാതിരുന്ന ആളാണ്. അപ്പോൾ വായ തുറന്ന് സംസാരിക്കാനും പ്രതികരിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്നത് വളരെ കറക്റ്റായിട്ടൊരു സമയത്താണ്. നല്ല അടിപൊളി വൈൽഡ് കാർഡുകളാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഓരോരുത്തരും അവരവൻ്റെ പാർട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എപ്പിസോഡുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിൽ അപ്പോഴും നമുക്ക് നിരാശ തരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ്. ഇപ്പോൾ ഇന്ന് ലൈവില് സായി കൃഷ്ണയ്ക്ക് വീണ്ടും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി മേലാൽ പുറത്തത്തെ കാര്യം പറഞ്ഞാൽ ഇനി വാണിംഗ് ഇല്ലാതെ പിടിച്ച് പുറത്താക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അത് ചെയ്യും. ഇനി ഒരു വാണിംഗ് കൊടുക്കാതെ സായിയെ പിടിച്ച് പുറത്താക്കും. കാരണം ആദ്യം പുറത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിനെ വിളിച്ചിരുത്തി വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തു. ബിഗ് ബോസ് വാൺ ചെയ്തു. അത് കഴിഞ്ഞ് പല അവസരങ്ങളിലായിട്ട് ഗബ്രീനോടും ജാസ്മിനോടും പല കാര്യങ്ങൾ പറയുന്നുണ്ട്, മറ്റ് കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട്, ഓരോരുത്തരോടായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇദ്ദേഹം അതിനുള്ളിൽ പോയത് ഈ പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇവരെ അറിയിക്കാനാണോ എന്ന സംശയം, അതോ ഇദ്ദേഹം ഗെയിം കളിക്കാനാണോ പോയത്, ഈ പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ അകത്ത് ഉള്ള മത്സരാർത്ഥികളെ ധരിപ്പിക്കാനാണോ പോയതെന്നൊരു സംശയം. അതുപോലെയാണ് അവിടുത്തെ ഓരോ പ്രവൃത്തി. ഇവിടെ ഇരുന്നിട്ട് പല കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും റിവ്യൂ ചെയ്തപ്പോൾ അവരെ ഒന്നും കാണുന്നില്ല, അവർ സ്ക്രീൻ പ്രസൻസ് ഇല്ല അവരൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ പോയത്, വെറുതെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കളിയാക്കിയിരുന്ന ആളെ ഇപ്പോൾ എവിടെയും കാണാനില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പൂച്ച പതുങ്ങി നടക്കുന്ന പോലെ അവിടെ ആയിട്ട് നടക്കുന്നത് കാണാം. ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. പക്ഷെ ബാക്കി 5 പേരും അവരുടെ പെർഫോമൻസ് വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സിബിൻ കയറുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല സിബിനെ കുറിച്ച് ഇങ്ങനെ. കാരണം സിബിൻ അകത്ത് കയറുമ്പോഴും പറഞ്ഞത് ഒരു എൻ്റർടൈനർ ആയിട്ടാണ് കയറുന്നത്. അവരുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കുറവുണ്ട്, എൻ്റർടൈനറായിട്ട് കയറുന്നു എന്നാണ് പൂജയും സിബിനും ഒക്കെ പറഞ്ഞത് അല്ലേ. പക്ഷേ ആ പറഞ്ഞു പോയ പൂജയും സിബിനൊക്കെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതേപോലെ അഭിഷേക്, നന്ദനയൊക്കെ ഇന്നലെ പിന്നെ ജാസ്മിനിട്ട് പൊരിച്ചിട്ടുണ്ട്. വേറെ ആരും ജാസ്മിനോട് ഇത്രയ്ക്ക് കയറി മുട്ടാൻ തയ്യാറായിട്ടില്ല. നോറ വഴക്കുണ്ടാക്കുമെങ്കിലും ഇത്രയ്ക്ക് മുട്ടാൻ തയ്യാറായിട്ടില്ല. നന്ദനെ എനിക്ക് ആദ്യമായിട്ട് ജാസ്മിൻ എങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പൊരിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ അവരൊക്കെ അവരുടെ പാർട്ട് നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ട്. സായി മാത്രം അവിടെ ഈ പുറത്ത് നടന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ സായിയുടെ ഭാര്യ സ്നേഹിയും ഫ്രണ്ടും കൂടിയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് മൈൻഡ് ഗെയിം ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സായിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചാനലുകളുണ്ട്, അവരൊക്കെ പറയുന്നുണ്ട് മൈൻഡ് ഗെയിം ആണ്, അതുകൊണ്ട് പതുക്കെ എല്ലാവരെയും പഠിച്ചിട്ട് മൈൻഡ് ഗെയിം കളിക്കാന്ന് പറയാം. പക്ഷേ മൈൻഡ് ഗെയിം ഒക്കെ കളിച്ച് വരുമ്പോഴത്തേക്ക് ബിഗ് ബോസ് തൂക്കിയെടുത്ത് വെളിയിൽ കളയുന്ന ലക്ഷണം കാണാനുണ്ട്. കാരണം എല്ലാവരെയും പഠിച്ച് മൈൻഡ് ഗെയിമൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു അവസരത്തിലല്ലല്ലോ പോയത്. കാരണം വൈൽഡ് കാർഡായിട്ടാണ് കയറുന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞു, 5 ആഴ്ച കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡായി കയറിയ സ്പോട്ടിലാണ് പ്രതികരിക്കേണ്ടത് വൈൽഡ് കാർഡ് അല്ലേ. അല്ലാണ്ട് ആലോചിച്ചുണ്ടാക്കി എല്ലാവരുടെയും ഇതൊക്കെ മനസ്സിലാക്കി മൈൻഡ് ഗെയിമൊക്കെ കളിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. മൈൻഡ് ഗെയിമൊക്കെ ഇതാക്കി വരുമ്പോഴത്തേക്ക് ബിഗ് ബോസ് നല്ല ചെവി പിടിച്ച് തൂക്കി വെളിയിൽ കളയുന്ന മതി നീ ഇവിടെ നിന്നത്, കാരണം ബാക്കി വന്ന നിന്റെ കൂടെ കയറിയ ബാക്കി 5 പേരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അവരത് 5 പേരും കൂടി ഞങ്ങൾക്ക് തരുന്നുണ്ട്, നീ പ്രത്യേകിച്ച് ഇനി നീ പുറത്തെ കാര്യം പറഞ്ഞു കൊടുക്കാൻ നിന്റെ ആവശ്യം ഇവിടെ എല്ലാം പോയിക്കോന്നും പറഞ്ഞ് ചെവി തൂക്കി വെളിയിൽ കളയാൻ സാധ്യത കൂടുതലാണ്. ബിഗ് ബോസ് അത് ചെയ്യും. കാരണം ഇന്നത്തെ വാണിങ്ങോട് കൂടി അത് മനസ്സിലാവുന്നുണ്ട്. ഇനി ഒരു വാണിംഗ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇനി വായിന്ന് എന്തെങ്കിലും വീണാൽ ഉറപ്പായിട്ട് അവർ ചെയ്യും. കാരണം സായിനെ കൊണ്ട് ഒരു പ്രയോജനവും ഈ ഇത്ര ദിവസം കൊണ്ട് ഉണ്ടായിട്ടില്ല. ഈ 2-3 ദിവസമായി അതിനുള്ളിൽ കയറിയിട്ട് ഇത്രയും ദിവസം കൊണ്ട് ഒരു തരത്തിലുള്ള ഒരു കണ്ടന്റ് കൊടുക്കാനും സായിക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ ചെയ്തത് പുറത്ത് നടന്ന കാര്യം ജാസ്മിനോട് പോയി പറഞ്ഞു എന്നല്ല. അപ്പോൾ ഇന്ന് രാവിലെ ജിൻഡുവായിട്ടൊരു വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ ജിൻഡുവായിട്ട് വഴക്കുണ്ടായിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് ചോടി എണീച്ച് തലേണയൊക്കെ കുഷ്യനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സൗകര്യമില്ല എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ച് ജിൻഡോനോട് ചാടുന്നുണ്ട്. പക്ഷെ ആ ചാട്ടത്തോടു കൂടി നിന്നു ജിൻഡോ പിന്നെ മൈൻഡ് ചെയ്ത് പോലും ഇല്ല എന്നുള്ളതാണ്. അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഒരാൾ പോലും സായി പറയുന്ന വാക്കിന് വില കൊടുക്കുന്നില്ല. കാരണം വോയിസ് റൈസ് ആക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഈ റിവ്യൂ പറയുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ് ഡയറക്റ്റ് പറയുമ്പോൾ കിട്ടുന്നില്ല.
അതാണ് മറ്റുള്ള 5 പേർക്കുമുള്ള ആ ഒരു വോയിസ് റേസിങ് സായിക്ക് അവിടെ കൊടുക്കാൻ കഴിയുന്നില്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞാൽ വോയിസ് നല്ലോണം റേസ് ചെയ്താലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷെ അത് കഴിയുന്നില്ല. ജിൻഡോ, എല്ലാവരും മണ്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജിൻഡോ പോലും ഒരു വില കൊടുക്കുന്നില്ല. അതാണ് അതിശയം. ജിൻഡോനെ പൊളിക്കുന്നു പറഞ്ഞിട്ട് പോയതാണ് അല്ലേ. ജിൻഡോനെ എതിർത്ത് ജിൻഡോനെ പൊളിക്കുന്നു, ജിൻഡോയ്ക്കെതിരെ മൈൻഡ് ഗെയിം കളിക്കാൻ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ്. പക്ഷെ ആ ജിൻഡോ പോലും ഒരു പുല്ല് വരെ കൽപ്പിക്കുന്നില്ല. അവിടെ നിന്ന് സ്വന്തം പറയാന്നല്ലാതെ മൈൻഡ് ചെയ്യാതെ പോണ ഒരു ജിൻഡോനെ നമ്മൾ കണ്ടു. അപ്പം നമുക്കൊക്കെ വളരെ ഭയങ്കര സങ്കടം തോന്നും. എന്തൊക്കെയോ പ്രതീക്ഷയിൽ പിന്നെ പ്രേക്ഷകർ കടത്തി വിട്ട ഒരാൾ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു സങ്കടം. ഒരുപാട് പേര് പരിഹസിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാറ് കിട്ടിയാലേ ആൾ ഉഷാറാവുള്ളൂ, മേക്ക് ഓവർ വന്നപ്പോഴാണ് മാറ്റം. സത്യമായിട്ടോ ഉള്ള കാര്യം പറയാലോ, ആ മേക്ക് ഓവർ ഒട്ടും ഗുണം ചെയ്തില്ല. കാരണം നമുക്ക് നമ്മുടെ ലുക്കിലും ഉണ്ട് പ്രധാനം എന്ന് പറയില്ലേ. നമ്മുടെ ലുക്കാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയും. ആ ലുക്ക് കാണുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഇയാളൊരു സംഭവമാണ് എന്ന് തോന്നും. പക്ഷെ ഈ ലുക്ക്, ആ പഴയ ലുക്ക് മാറി ഇതായപ്പോൾ ആർക്കും ഒരു വിലയില്ലാത്ത പോലെ ഒരു ഫീൽ കയറിയപ്പോൾ തന്നെ അത് ഫീൽ ചെയ്തതാണ് ആ ലുക്ക് മാറിയപ്പോൾ തന്നെ. അപ്പം അതേ ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കളി എന്താണെന്നുള്ളത് ഇന്നലെ സിബിൻ്റെ ആ ഡിബേറ്റ് കഴിഞ്ഞ ശേഷം, നന്ദനയുടെ ആ വഴക്ക് കഴിഞ്ഞ ശേഷം ഒക്കെ കണ്ടസ്റ്റൻസിന്, അതിനുള്ളിലുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് പലർക്കും അത് നേരിട്ട് പറയാൻ പേടിയായിരുന്നു. അതാണ് തന്നെ വിക്ടിം കാർഡ് ഇറക്കും ഇവരെന്ന് അറിഞ്ഞുകൊണ്ട് മാറുന്നതാണ്. അപ്പം ഇന്നലെ ഇന്നിപ്പോൾ അൻസിബ, നമ്മുടെ ശ്രീരേഖ, നോറ എല്ലാവരും കൂടിയിരുന്ന് വർത്താനം പറയുന്നത് ഇവരുടെ ഗെയിം പ്ലാൻ എന്താണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെത്. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇവർ മറ്റുള്ളവരും ഇവർക്കെതിരെ തിരിയാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന, അല്ലാതെ ഇവർ തമ്മിൽ പ്രേമുണ്ടായിട്ടോ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും അടുപ്പുണ്ടായിട്ടോ ഒന്നുമല്ല. ഇവരിത് ഈ കടിക്കുന്നതും അടിക്കുന്നതും, കാരണം എല്ലാവരും കാണുകയാണ് ചെയ്യുന്നത്, അടിക്കുന്നതും വിച്ചുന്നതും നുള്ളുന്നതും തൊട്ട് കളിക്കുന്നതും ഒക്കെ ചെയ്യുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ, ഇതൊക്കെ കണ്ടിട്ട് മറ്റ് കണ്ടസ്റ്റൻസ് പ്രതികരിക്കണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ ഇവർ കരഞ്ഞ് വിളിച്ചുകൊണ്ട് അയ്യോ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇത്രയും ക്യാമറയുടെ മുന്നിൽ നിന്ന് ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു തെറ്റാണോ, ഞങ്ങൾക്കും അറിയില്ലേ, അപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ സദാചാരം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കിയിട്ട് ഇവർക്കൊരു ഗെയിം ഉണ്ടായിരുന്നു. അവിടെ വിക്ടിം കാർഡ് ഇറക്കാത്തൊരു ഗെയിം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് പലപ്പോഴും പൊളിഞ്ഞു. കാരണം ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നക്കാരാവോ പിന്നെ മോശക്കാരാവോ എന്നുള്ളൊരു ധാരണ കൊണ്ട് പലരും അത് വിഴുങ്ങി. അത് ഇപ്പോൾ വൈൽഡ് കാർഡുകൾ വന്ന് സംസാരിച്ച ശേഷം, നന്ദന വഴക്കുണ്ടാക്കിയ ശേഷം ഇവർക്കൊക്കെ നല്ല പോലെ മനസ്സിലായി ഇവർ ഉദ്ദേശിച്ച ഗെയിം തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്, അതാണ് ഇവർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരത് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ വൈൽഡ് കാർഡുകൾ കയറിയ ശേഷം ജാസ്മിൻ ഗബ്രിയുടെ ആ കടിയും പിടിയും ഉമ്മ വയ്ക്കലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഒരുപാട് പേര് കയറിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പല വഴക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ക്യാമറകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കാരണം കണ്ടന്റുകൾ ഇഷ്ടം പോലെ വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഗതികേട് ഇപ്പോൾ ബിഗ് ബോസിനില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കും അത് മനസ്സിലായിട്ടുണ്ട്, ക്യാമറ നമ്മുടെ നേരെ അല്ല, മറ്റ് പല സ്ഥലത്തേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി കടിയും പിടിയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു മൂഡ് ഓഫ് ജാസ്മിൻ്റെ മുഖത്ത് കാണാനുണ്ട്. നല്ല പ്ലസൻ്റ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു മൂഡ് ഓഫ് നമുക്ക് ജാസ്മിൻ്റെ മുഖം നോക്കിയാൽ മനസ്സിലാവും തങ്ങൾ ഉദ്ദേശിച്ച കാര്യം. കാരണം ഇതുവരെ അവർ ഉദ്ദേശിച്ചത് എന്താ, തങ്ങളെ എതിർക്കാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ലാലേട്ടൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൈ പിടിച്ച് നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ ജാസ്മിൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് ഇപ്പോൾ ജാസ്മിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒന്നിനൊന്ന് വെല്ലുന്ന വൈൽഡ് കാർഡുകളാണ് കയറിയിരിക്കുന്നത്, സായി ഒഴിച്ചാൽ. അപ്പോൾ ഇങ്ങനെ പോയാൽ ഒരു സംശയമില്ല, നെക്സ്റ്റ് വീക്കിൽ സായിനെ എടുത്ത് ദൂരെ കളയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനുള്ള അവസരം സായി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത്രയും വാണിംഗ് കൊടുത്തിട്ടും തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ല. പുള്ളി അവിടെ പറയുന്നുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും, ആരാന്ന് ഓർമ്മയില്ല, ആരോ അങ്ങനെ പറയുന്നുണ്ട്. ഇതുവരെ എനിക്ക് തോന്നുന്നു നോറേ തോന്നുന്നു, നിങ്ങൾ ഇതുവരെ ഒന്നും പ്രതികരിച്ച് കണ്ടില്ല, ഇങ്ങനെയല്ല നിങ്ങളെക്കുറിച്ച് ഞാൻ ധരിച്ചിരുന്നത്, ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പ്രതികരിക്കുന്നത്? എനിക്കായിട്ടുള്ളൊരു കാര്യം കിട്ടിയിട്ടില്ല, കിട്ടിയാൽ അപ്പോഴല്ലേ പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ എങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്, അടി ഉണ്ടായ അടി
എപ്പോഴാണ് വരിക എന്ന് എനിക്കറിയില്ല, എന്നെ തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ പോലും ഒരു വാലിഡ് അല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവനവൻ്റെ അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ സിബിനൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ അവസരങ്ങളിൽ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് മുന്നിൽ വെച്ചിട്ട് ശരിക്കും സംസാരിക്കുക. ഈ ജാസ്മിനും ഗബ്രിക്കും എതിരെ സായിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് വന്ന് പറഞ്ഞു തന്നിട്ട് പോലും ഇവർ മാറാൻ തയ്യാറല്ലാത്ത പക്ഷം അത് ആയുധമാക്കിയിട്ട് അവരെ എതിർക്കാം, അവരെ തോൽപ്പിക്കാം. സായിക്ക് അതിന് ഈസി ആയിട്ട് കഴിയും. പക്ഷെ അതിന് പകരം വീണ്ടും തന്നെ നോമിനേറ്റ് ചെയ്ത ജാസ്മിൻ്റെയും പിന്നെ ഒരു വിലയും കൊടുക്കാത്ത ഗബ്രിയുടെയും പുറകെ തന്നെ അങ്ങനെ നടക്കണമെന്ന് ഒരു സങ്കടം തോന്നുകയാണ്. എത്രയായാലും നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചൊരു വ്യക്തി ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമല്ലേ നമുക്ക് അങ്ങനെ ഒരു വിഷമം തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യമില്ലാത്ത ഒരാളെ തീർച്ചയായിട്ടും എന്തെങ്കിലും കാരണം പറഞ്ഞ് ബിഗ് ബോസ് അവിടുന്ന് ചാടിക്കും. അതിനുള്ള എല്ലാ സാധ്യത തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്.